കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നാണ് അല്പസമയം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. മരുന്നുകളോട് നേരിയ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്തൊക്കെയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി അറിയിക്കുന്നത്? വിജയകുമാർ, പ്രിയപ്പെട്ട MTയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കാര്യമായ ഒരു പുരോഗതി ഇല്ല എന്നുള്ള ആരോഗ്യനിലയിൽ കാര്യമായ ഒരു പുരോഗതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകൾ വന്നിരുന്നു. അതിന് പിറകെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നു. കൈകാലുകൾ ചലിപ്പിക്കുന്നതും അതുപോലെ തന്നെ കണ്ണ് തുറക്കുന്നതുമൊക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ള വലിയ ഒരു പുരോഗതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും കാർഡിയോളജി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് പിറകെ പിന്നീട് ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു. അക്കാര്യം അറിഞ്ഞതിന് പിറകെയാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നായിക്കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ എത്തിക്കാണുകയും കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആരോഗ്യനിലയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ഒടുവിലും ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. വിജയകുമാർ, മരുന്നുകളോട് നേരിയ തോതിൽ അദ്ദേഹം ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മെഡിക്കൽ സംഘം ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.